കേരളത്തിലെ പോലീസ് സംഘടന ഒരുപക്ഷെ പോലീസ് സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സാംസ്കാരിക സദസ്സ് ഒരു പൊതു ഇടത്തിൽ വെച്ച് നടത്തുകയാണ്. പോലീസ് സംഘടന ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കാൻ പെട്ട വർഷം ചെറുതല്ല എന്നുകൂടെ നിങ്ങൾ ഓർമ്മിക്കുക. ദീർഘകാലം കാത്തുനിന്നതിന് ശേഷമാണ് എല്ലാ വർഷവും പോലീസ് സംഘടനയുടെ സമ്മേളനങ്ങളിൽ സാംസ്കാരിക സദസ്സുകളുണ്ടാവും. എന്നാൽ ഒരു പൊതു ഇടത്തിൽ സാംസ്കാരിക സമ്മേളനം നടത്തുന്നത് ഇതം പ്രഥമമായിട്ട്. ഞാനത് പറയാൻ കാരണം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ സാംസ്കാരിക ബോധത്തിലുള്ളവരാണ് എന്ന് തിരിച്ചറിയാൻ വർഷങ്ങളെടുത്തു. പോലീസ് സംഘടന രൂപം കൊള്ളുന്നത് 1979-ലാണ്. ഞാൻ അതിനു മുമ്പേ ഉള്ളൊരു ചെറിയ കാര്യം പറയാം. പോലീസ് സംഘടനയല്ല, കേരളത്തിലെ ഏറ്റവും ശക്തമായ യൂണിയനിലൊന്നായിരുന്നു കേരള NGO യൂണിയൻ. ആ NGO യൂണിയൻ്റെ നേതാക്കളിൽ ഒരാളായ ശ്രീ മണമ്പൂർ രാജൻ ബാബു, എല്ലാവർക്കും അറിയാം, സുപ്രസിദ്ധനായ കവിയാണ്. അദ്ദേഹം മലപ്പുറം MSP ക്യാമ്പിൽ ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു കഥ എഴുതിയത്. ഡിസിപ്ലിൻ എന്നാണ് ആ കഥയുടെ പേര്. ആ ഡിസിപ്ലിൻ എന്ന കഥയുടെ പേരിൽ അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഈ കേരളത്തിലെ സാംസ്കാരിക നായകരാകെ ഒന്നായി അടരാടിയാണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിലെ ഏറ്റവും ശക്തിമത്തായ NGO യൂണിയനിൽ ജോലി ചെയ്ത് വരവേ അതിൻ്റെ നേതാവായിരിക്കെ അതിങ്ങനെ ഒരാൾ സസ്പെൻഷനായെങ്കിൽ അസംഘടിതരായ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് എന്ത് സാംസ്കാരിക മുഖമാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. കേരളത്തിലെ പോലീസ് സേന പിന്നെ സംഘടിച്ചു, ശക്തരായി. പക്ഷേ സാംസ്കാരിക ബോധത്തിലേക്ക് എത്താൻ വീണ്ടും വേണ്ടി വന്നു ഒരു പതിറ്റാണ്ട് കൂടി. ഒരു പതിറ്റാണ്ടിന് ശേഷം 2004 കാവൽ കൈരളി എന്ന സാംസ്കാരിക മുഖമാസിക പോലീസ് അസോസിയേഷൻ പുറത്തിറക്കി. തുടർന്ന് എനിക്ക് തോന്നുന്നു സുരേശൻ കാനം, കാസർഗോഡ് നിന്ന് സുരേശൻ കാനം മുതൽ തിരുവനന്തപുരത്തുള്ള BN റോയി വരെയുള്ളവർ ആ മാസികയിൽ എഴുത്തുകാരായി മാറി. കേരളത്തിലെ പോലീസിൻ്റെ സാംസ്കാരിക മുഖത്തിന് പുതിയൊരു തലം രൂപപ്പെട്ടു. വളരെ കാലത്തിന് ശേഷം നമ്മളെപ്പോഴും ഈ സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുമ്പോൾ നമ്മൾക്ക് കാക്കി അണിഞ്ഞ സാംസ്കാരിക മുഖം, കാക്കി ഇട്ടവർ കർമ്മബോധത്തിൽ അല്ലെ സാംസ്കാരിക ബോധത്തിലേക്ക് മാറുന്നു, കാക്കി അണിഞ്ഞ പോലീസുകാർ വരുന്നു. ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളും നമ്മൾ പല വേദികളിൽ കൊടുത്താണ് നമ്മൾ ദീർഘകാലം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പുതിയൊരു തലത്തിലേക്ക് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ഷാഹിയൊക്കെ നിങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലും ഉണ്ടായിരിക്കില്ല. ഒരു ഷാഹി മാത്രമല്ല, നിതീഷ് മാത്രമല്ല, ഷാജി മാത്രമല്ല, ഒട്ടനവധി കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള എണ്ണമറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് കേരളത്തിലെ തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരായി മാറിയിരിക്കുന്നു. അതിൽ സിനിമാ പ്രവർത്തകരുണ്ട്, പുസ്തകം എഴുതുന്നവരുണ്ട്, മറ്റ് കലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, നമ്മുടെ ഗാനമേള ടീമിൽ തന്നെ വളരെ പ്രശസ്തരായ വാദ്യോപകരണ വിദഗ്ധരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പോലീസ് സംഘടന മാറി ഒരു പുതിയ സാംസ്കാരിക തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് കൂടിയാണ് നമ്മൾ ഈ സമ്മേളനം. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിതിനകത്ത് കാക്കി അണിഞ്ഞ സർഗവസന്തം എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, പല പേരുകളിൽ മാറി നമ്മളൊന്ന് അണിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ അതിൽ കാക്കി അതിൽ പെയ്തു തുടങ്ങി, അല്ലെങ്കിൽ കാക്കി അതിൽ ഒരു വസന്തമായി പൂത്തു തുടങ്ങി അർത്ഥം കൂടെ ഈ നമ്മുടെ സാംസ്കാരിക സദസ്സിനുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. സ്വപ്നസുന്ദരമായ ഒരു സായാഹ്നത്തിൻ്റെ സുഹൃതം ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേർക്കും ഞാൻ ആദ്യമായി ആശംസ അർപ്പിക്കുക. നമ്മുടെ ഭാവനയൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാവനാസമ്പന്നമായ നമ്മുടെ ചിന്തകളെയൊക്കെ അഭ്രപാളികളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്ന പ്രിയങ്കരായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും അധികം ചൈതന്യമായി മാറിയ ഒരു വിഭാഗത്തിനെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ പോലീസ് സംഘടന സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിന് കാക്കിയണിഞ്ഞ നിറവസന്തമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു അതിശയമായിരിക്കും. ഒരു പോലീസ് സമ്മേളനം, അല്ലെങ്കിൽ പോലീസുകാർ ഒത്തുചേരുന്നു, അവർ പാട്ടുപാടുന്നു, അവർ ആസ്വദിക്കുന്നു, അവർ ചർച്ചകൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് വർഷങ്ങൾക്ക് മുൻപേ ഒന്ന് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസുകാരൻ അത്രമാത്രം സംസ്കാര സമ്പന്നനായി മാറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് അവൻ ജീവിക്കാൻ വേണ്ടി കഴിയുന്നത്.
അത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, കേരളത്തിലെ പോലീസുകാരുടെ എപ്പോഴും ഉത്സവങ്ങൾ എന്ന് പറയുന്നത് പോലീസുകാരുടെ സമ്മേളനങ്ങൾ തന്നെയാണ്. പോലീസുകാരുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ വെറും സമ്മേളനം കൂടി ആ സമ്മേളനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതല്ല പോലീസുകാരുടെ സമ്മേളനം. നമ്മുടെ ഈ 35ാം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 5 വ്യത്യസ്ത തരങ്ങളിലുള്ള സെമിനാറുകളും അതുപോലെ തന്നെ 5 വ്യത്യസ്തങ്ങളായ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. കാക്കി അണിഞ്ഞവരുടെ സർഗവസന്തം പരിപാടിക്കിടെ വന്നിട്ട് ഞാൻ അധിക പ്രസംഗം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങളുടെ വേദിയാണ്. എങ്കിലും ഒരു കാര്യം പറയണമെന്ന് ഓർത്തു. എനിക്ക് ശരിക്കും പോലീസിനെ പേടിയാണ്. ഇപ്പം എനിക്ക് ഈ പ്രായത്തിൽ പോലീസുകാരായിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ എനിക്ക് അടുത്തറിയാം. പക്ഷെ എങ്കിലും യൂണിഫോം ഇട്ട പോലീസുകാരെ കാണുമ്പം എൻ്റെ ഉള്ളിലൊരു ചെറിയ പേടി വരാറുണ്ട്. ഒരു പേടിയുണ്ട്. അതിൻ്റെ വളരെ ചെറുപ്പത്തിൽ കയറിക്കൂടിയിട്ടുള്ള ഒരു പേടിയാണ്. അത് ഞാൻ കണ്ട സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടിയതായിരിക്കാം, ഞാൻ വായിച്ച പത്രങ്ങളിലോ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ കേട്ട കഥകളിൽ നിന്നൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം. എന്തായാലും എൻ്റെ ചെറുപ്പത്തിൽ കയറിക്കൂടിയ ആ ചെറിയ പേടിയുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് അത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ കുട്ടികൾക്ക് ആ പേടിയില്ല. അവരുടെ കുട്ടിക്കാലത്ത് അവർ കേട്ടിരിക്കുന്ന കഥകളോ അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റൊന്നാണ്. ആ തരത്തിലേക്ക് പോലീസ് സേനയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2016 അവസാനം മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷാഹി കബീറിനെ പരിചയപ്പെടുന്നത്. അന്ന് ഷാഹി എൻ്റെ അടുത്തൊരു കഥ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് സംസാരിച്ച് ഞാൻ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്നൊരു സിനിമയിലേക്ക് പോയി. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് റിസർച്ചുകൾ നടത്തിയപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നാണ് ഞാൻ പതുക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറച്ച് അടുത്തറിയാൻ എനിക്ക് സാധിച്ചത്. എനിക്ക് കുറച്ച് ജെന്യുവിനായിട്ടുള്ള കഥകൾ, യാഥാർത്ഥ്യങ്ങൾ അവരൊക്കെ അടുത്ത് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് അവിടെ തൊട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരിധിവരെ എൻ്റെ ഉള്ളിലെ ആ പേടി കുറഞ്ഞു തുടങ്ങുന്നത് ആ കാലഘട്ടം മുതലാണ്. കുറച്ചും കൂടെ അവരെ എനിക്ക് മനുഷ്യരായി കാണാൻ പറ്റുന്നത് അന്നേരം മുതലാണെന്നാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പം ഈ സർഗവസന്തം പോലെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ 10, 20, 30 വർഷം മുമ്പ് ഇത് ചിന്തിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് സാംസ്കാരികമായി നമുക്ക് വളരാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ നേട്ടമാണെന്ന് കരുതുന്നു. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു വ്യക്തിയായി കാണാൻ, ഇപ്പം ഞാനും കണ്ടിട്ടുള്ള സിനിമകൾ, ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പോലീസ് ക്യാരക്ടറൊക്കെ അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ ആണ് നമ്മൾ പതുക്കെ അതിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. അവരെങ്ങനെ കൂടുതൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ റോന്ത് എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ട് ഞാൻ റോഷൻ ഏകദേശം ഒരു 10-40 ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ സീനുകളിലും ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇടപെട്ടിരിക്കുന്നത്, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, അവരുടെ പ്രശ്നങ്ങൾ ഭയങ്കര അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കും അവരിൽ ഒരാളായി, നിങ്ങളിൽ ഒരാളായി മാറാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മാറ്റം എന്നിൽ നിന്ന് എൻ്റെ മകനിലേക്ക് പോലീസുകാരെ കൂടുതൽ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് അവരെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ, നിങ്ങളുടെ കലാകാരന്മാരെ, നിങ്ങളുടെ കഴിവുള്ളവരെല്ലാം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാകട്ടെ. അതിലൂടെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ ഏറ്റവും സ്നേഹത്തോടുന്ന ആൾക്കാരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നിങ്ങളുടെ ഒരുപാട് ഡ്യൂട്ടികളുടെ തിരക്കും സ്ട്രെസ്സും എല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങനൊരു സായനത്തിൽ നിങ്ങളെല്ലാവരും ഒത്തുകൂടുമ്പോൾ അതിലേക്ക് കുറച്ച് സമയത്തിന് വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഒരു 2 വർഷം മുമ്പാണ് ഷാഹിയെ പേഴ്സണലി പരിചയപ്പെടുന്നതും അടുത്തറിയുന്നതും ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ. അതിനു മുമ്പ് ഷാഹിയുടെ വർക്ക് നമുക്കറിയാം. ഷാഹി എഴുതിയ സിനിമകൾ, സംവിധാനം ചെയ്ത സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ സിനിമയ്ക്കായിട്ട് ഷാഹിനെ ആദ്യമായിട്ട് ഒന്ന് നല്ല രീതിയിലൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് പോലീസിനെ പറ്റിയിട്ടുള്ള എൻ്റെ മുൻവിധികളൊക്കെ പതുക്കെ പൊളിഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈ സിനിമയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് മണിയാർ ക്യാമ്പിൽ കുറച്ച് ദിവസങ്ങൾ പോയി നിൽക്കാൻ സാധിച്ചു. കുട്ടിക്കാനം ക്യാമ്പ് സന്ദർശിച്ചു. കുറച്ച് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി സമയത്ത് തന്നെ അവരുടെ കൂടെ നിന്ന് ഒബ്സർവ് ചെയ്യാനൊക്കെ സാധിച്ചു. ആ സമയത്തിലൂടെയൊക്കെ മനസ്സിലായത് ഇതുപോലത്തെ ഒത്തുകൂടലുകൾ, ചെറിയ ചെറിയ ആഘോഷങ്ങൾ, പ്രത്യേകിച്ചും സംഗീതം, കഥകൾ, കവിതകൾ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ പോലീസിനിടയിൽ ഒട്ടും അപൂർവമല്ല എന്ന് ഞാൻ ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. വളരെ ചെറിയ ചെറിയ രീതികളിൽ, ചെറിയ ചെറിയ വേദികളിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ കുറച്ചും കൂടെ വലിയൊരു വേദിയിൽ നടക്കുമ്പം അത് കാണുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടിയിൽ വരാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രോസസ്സിലൂടെ ദിലീഷ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാ സിനിമകളും ചെയ്യുമ്പോഴത്തേക്കിനും ഏതെങ്കിലും ഈ ക്യാരക്ടർ ഇവൻച്വലി നമ്മൾ വന്നു നോക്കി ഇതൊരു മനുഷ്യനാണ്, എല്ലാ മനുഷ്യർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഇയാൾക്ക് സംഭവിക്കുന്നത്. അതിനെ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സിനിമയിൽ ഇതിനിടയിൽ ഒരു സ്റ്റേജും കൂടെ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്, ഇവർ പോലീസുകാരാണ്. ഇവരെ പോലീസുകാരെന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയും ചെയ്തു തീരുമ്പോൾ അതിനി ഓഡിയൻസിൻ്റെതാണ് ആവുന്നതെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് റോന്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഷാഹിയായിട്ടുള്ള മറ്റു സിനിമകൾ പോലെ തന്നെ ഇത് ഓഡിയൻസിൻ്റെതാവുന്നതിൻ്റെ കൂടെ തന്നെ ഇത് പോലീസുകാരുടേതും കൂടെ ആവണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സിനിമ, നിങ്ങളുടെ സ്വന്തം ആൾക്കാർ ചെയ്ത നിങ്ങളുടെ സ്വന്തം സിനിമ, നിങ്ങളുടെ തന്നെ കഥകൾ, നിങ്ങളെപ്പോലത്തെ 1-2 ആൾക്കാർ ഇതിലെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ തോന്നണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതിനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാക്കി ഇന്നത്തെ പരിപാടികളൊക്കെ മനോഹരമായിട്ട് മുമ്പോട്ട് പോട്ടെ. വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഞാനൊരു പോലീസുകാരനായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സിനിമാക്കാരനാവില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശരിക്കും സിനിമ ട്രൈ ചെയ്തതാണ് ഞാൻ. അത് ക്യാമ്പിൽ നിന്നൊക്കെ ലോക്കലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത്രയും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതാണ്. ആ സമയങ്ങളിൽ ഞാനിങ്ങനെ നിൽക്കാൻ കാരണം പോലീസ് അസോസിയേഷൻ്റെയും ഭാഗമാണ്. കാരണം ഞാൻ ആദ്യമായി ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ നേരം എന്നെ വളരെയധികം അവർ സപ്പോർട്ട് ചെയ്തു. പിന്നീടാണ് കോട്ടയം പോലീസിൻ്റെ ചെറിയ ചെറിയ ബോധവൽക്കരണം ഇതൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത്. പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നായാട്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും കുറച്ച് പോലീസുകാരെന്നെ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞൊരു കാര്യം, അവരെല്ലാം സസ്പെൻഷൻ കിട്ടി വീട്ടിലിരിക്കുമ്പം വീട്ടുകാർക്ക് പോലും ഇവരെന്തോ ചെയ്തിട്ടാണെന്നൊരു തോന്നൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർക്ക് അവരോട് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നിയെന്നാണ് പറഞ്ഞത്. അപ്പം അതേ കണക്ക് തന്നെയാണ് റോന്തും ഏറെക്കുറെ നമ്മൾക്ക് പോലീസുകാർക്ക് അവരുടെ വീട്ടുകാരെ കാണിക്കാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും കാണാം. ഞാൻ പറഞ്ഞ പോലീസുകാർക്ക് കുറച്ചുകൂടെ നമുക്കിവരെ കാണിക്കാൻ പറ്റും. നമ്മൾ എന്താണ് നേരിടുന്നതെന്നും നമ്മളെങ്ങനെയാണ് ഓരോ ദിവസം ഡ്യൂട്ടി കടന്നു പോകുന്നതെന്നും ഒക്കെയുള്ള കാഴ്ചകളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ളത്. ഇവിടെ കഴിയുമെങ്കിൽ പോലീസിൽ നിന്ന് ഞാൻ പോയെങ്കിലും വീണ്ടും എല്ലാ സിനിമകൾക്കും പോലീസിൻ്റെ സഹായങ്ങളും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാം, വളരെ പ്രിയങ്കരായ ഒരു പക്ഷേ പോലീസ് കഥാപാത്രങ്ങൾ സിനിമയിൽ ഒട്ടേറെ കാലമായി ഒരുപാട് വലിയ കഥാപാത്രങ്ങൾ, പോലീസ് കഥാപാത്രങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരുടെ കഥകൾ, അതും അതിനപ്പുറം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ക്യാമ്പുകളിൽ നമ്മോടൊപ്പം ഉറങ്ങിയവർ, നമ്മോടൊപ്പം ട്രെയിനിങ് ചെയ്തവരെല്ലാം ചേർന്ന് നല്ല രീതിയിലുള്ള കുറേ കഥാപാത്രങ്ങളെ, പോലീസ് കഥാപാത്രങ്ങൾ ഉൾപ്പെടെ കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കരമായ കുറേ സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് വന്നു. നമ്മളെല്ലാം വളരെ മനസ്സ് നിറഞ്ഞ് കണ്ട് രസിച്ച കുറേയേറെ സിനിമകൾ തന്നവരാണ് ഇവരെല്ലാം. ഒരാളെയും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാം തന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് ഷാഹിയും നിതീഷും ഒക്കെ തന്നെ ഇലവേഴ പൂഞ്ചിറ പോലെയുള്ള സിനിമകളിലൂടെ തിയേറ്ററുകൾ നിറഞ്ഞാടിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അതിയായ സന്തോഷത്തോടെയാണ് നമ്മൾ അവരെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ കലാകാരന്മാരുടെ ഒരു സംഗമമായി ഈ 35ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഈ സാംസ്കാരിക സായാഹ്നം മാറിയെന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനുമപ്പുറം ഈ റോന്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പുതിയ സിനിമ, അവരുടെ കഴിവുകൾ വലിയ വലിയ രീതിയിൽ ഉയർന്ന് മുന്നേറാൻ കഴിയട്ടെ.
ഈ വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അതിനുമപ്പുറം ഇനിയും ഇവരുടെ കലാസൃഷ്ടികൾ വലിയ രീതിയിൽ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി മാറാൻ കഴിയട്ടെ എന്ന് ഇവർ ഓരോരുത്തരെയും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ എല്ലാ അംഗങ്ങളെയും, പോലീസ് ഉദ്യോഗസ്ഥരെയും, നാട്ടുകാരെയും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം KPOയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, കാക്കിയിടിഞ്ഞ സർഗവസന്തം എന്ന ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ വേദിയിൽ നിൽക്കാനുള്ള ഒരു കാരണം പോലീസിൽ തന്നെയുള്ള സൗഹൃദങ്ങളാണ്. ഒരു പ്രൈവറ്റ് ജോലി വിട്ടിട്ട് പോലീസിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ഇനി കഥകൾ എഴുതുമെന്നോ ഒരു സിനിമയുടെ ഭാഗമായി തീരുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ നിന്ന് സിനിമയും ഇപ്പോൾ റോന്തെന്ന് പറയുന്ന ഈ സിനിമയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഷാഹിയും ദിലീഷ് പോത്തനും ശ്രീ റോഷൻ മാത്യു ഇവിടെ വന്നിരിക്കുന്നത്. ഈ റോന്തിൻ്റെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് നായാട്ട് പോലെ തന്നെ റോന്ത് എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്നത് പോലീസുകാരുടെ ഇമോഷൻസാണ്. പോലീസുകാരൻ കടന്നു പോകുന്ന വൈകാരികമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചാണ് റോന്ത് സിനിമ സംസാരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുകയും കുടുംബത്തോടൊപ്പം കാണുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും സംഘടനയുടെ ഭാഗത്തു നിന്നും, പലപ്പോഴും പോലീസ് എന്ന് പറയുന്ന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇവിടം വരെ ഈ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് വലിയൊരു പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. അത് തുടർന്നും ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നമസ്കാരം. ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 35ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടത്തുന്ന കാക്കിയണിഞ്ഞ സർഗവസന്തം എന്ന ഈ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ എന്നെ നിന്ന് ക്ഷണിച്ചതിനും എൻ്റെ സംഘാടകരോടും ഉള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിലെ കലാകാരന്മാരെ, അത് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾ 2-3 പേരല്ല, ഓരോ ജില്ലകളിലും ഓരോ ക്യാമ്പുകളിലും വളരെയധികം കലാകാരന്മാരുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ ഓരോ നിലയിലേക്ക്, അല്ലെങ്കിൽ ഓരോ കലയുടെയും മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പോലീസ് അസോസിയേഷൻ നൽകുന്ന പിന്തുണയും വളരെ വലുത് തന്നെയാണ്. ഒരുപക്ഷെ ഷായി പറഞ്ഞ പോലെ ഞങ്ങൾ എടുത്ത ആദ്യത്തെ ഷോർട്ട് ഫിലിം വളരെ ആൾക്കാർ, കുറേ അധികം പോലീസുകാർക്ക് മുമ്പിൽ ആദ്യമായി പ്രദർശിപ്പിക്കാനും അതുവഴി സിനിമയുടെ ഒരു മേഖലയിലേക്ക് എത്താനും ഞങ്ങൾക്ക് സാധിച്ചത് അസോസിയേഷൻ്റെ ഇടപെടൽ കൊണ്ടൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നതിനകത്ത് ഒരു റോന്ത് എന്ന സിനിമയുടെ ഒരു കാക്കിയണഞ്ഞ സർഗവസന്തം എന്ന പേരിൽ ഞങ്ങളെയൊക്കെ ഈ സ്റ്റേജിൽ വിളിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടകരായിട്ട് ദിലീഷ് പോത്തനെയും റോഷൻ മാത്യുവും ഒക്കെ ഇവിടെ കൊണ്ടുവരുമ്പോഴും അവരുടെ പുതിയ സിനിമ, അവരുടെ എന്നല്ല നമ്മുടെ, അങ്ങനെ വേണം അത് പറയാൻ. കാരണം ആ സിനിമയുടെ കഥയെപ്പറ്റി ഏകദേശം അറിയാവുന്നതുകൊണ്ട് നമ്മൾ പോലീസുകാർ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദിലീഷ് പോത്തൻ പറഞ്ഞ പോലെ പോലീസുകാരെ പേടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്, അവർക്ക് വാഹനങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് കൈ കാണിച്ചതാവുമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയപ്പോൾ ആ സ്ത്രീ നോക്കിയപ്പോൾ ഒരു പോലീസ് ബസ്സാണ്. പെട്ടെന്ന് അവർ പറഞ്ഞു, അയ്യോ മോനെ, ഇത് മനുഷ്യന്മാർ കയറുന്ന വണ്ടിയെന്ന് വിചാരിച്ച് കൈ കാണിച്ചതാണ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് വെച്ചാൽ പോലീസുകാരെ മനുഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ നിന്നും അതിന് സമൂഹവും ഒരു കാരണമാണ് ഒരു പരിധി വരെ. കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ശാഠ്യം കാണിക്കുന്ന കുട്ടികളോട് പോലീസിന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കുഞ്ഞിലെ വളർത്തിക്കൊണ്ടിരുന്ന കുട്ടികളിൽ നിന്നും ഇപ്പോൾ SPSC പോലുള്ള, അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ്, നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തിയതാവാം ഈ സൗഹൃദങ്ങൾ ഉണ്ടാകാനും ഇതുപോലെ കലാകാരന്മാരുണ്ടാകാനും വരുന്നത്. ഉള്ളിൽ കലയുള്ളവന് എപ്പോഴും നല്ല മനുഷ്യനാവാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ കാക്കിയണിഞ്ഞ സർഗവസന്തം എന്ന പേരിൽ പോലീസിൻ്റെ ഒരു മുഖച്ഛായ പൊതുജനങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കാൻ മാനവീയം വീതി പോലെ ഒരു പൊതുസദസ്സിൽ ഇതുപോലൊരു ഫംഗ്ഷൻ വെച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും 35ാം സംസ്ഥാന സമ്മേളനത്തിനോടുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കേരള പോലീസിൻ്റെ 34ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് 5 പരിപാടികൾ നേരത്തെ നടത്തിയതായി നമ്മുടെ ആദരണീയനായ അധ്യക്ഷൻ SS ദേവമോഹൻ പറയുകയുണ്ടായി. അതിൻ്റെ അവസാനത്തെ പ്രോഗ്രാമാണ്
കേരളത്തിൻ്റെ ഏക സാംസ്കാരിക ഇടമായ ഈ മാനവീയ വീതിയിൽ പോലീസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോലീസിൻ്റെ കലാവാസന അല്ലെങ്കിൽ പോലീസിൽ നിന്ന് പോയവരുടെ സൃഷ്ടികളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാംസ്കാരിക മുഖച്ഛായ നൽകാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞത് ജനാധിപത്യം പൂത്തുലഞ്ഞു എന്നതിൻ്റെ അങ്ങേറ്റം സന്തോഷകരമായ ഒരു നിമിഷമാണ്. ഈ കേരളത്തിലൊഴികെ ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലോ പോലീസിനൊരു സംഘടന ഉള്ളതായിട്ട് ഇല്ല, അറിയില്ല, അത് ഇല്ല തന്നെയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉണ്ടാക്കിയ ഫണ്ടമെൻ്റൽ ആ സിസ്റ്റത്തിൽ നിന്നും ഇന്നുവരെയും പോലീസിന് അടിസ്ഥാനപരമായി വ്യതിചലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യതിചലനമുണ്ടായത് പലപ്പോഴും പ്രാദേശികമായോ ദേശങ്ങൾക്കതീതമായോ ചെറിയ ചെറിയ മാറ്റങ്ങളല്ലാതെ സിസ്റ്റത്തിന് അനുസരിച്ച് ഹയറാർക്കിക്ക് വിധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലിടമാണ്. ഈ തൊഴിലിടത്തിൽ വീർപ്പുമുട്ടുമ്പോൾ അതിനതിജീവനത്തിനായി ചിലർ കലയെ സ്വീകരിക്കുന്നു, ചിലവർ കായികമേളകളെ സ്വീകരിക്കുന്നു, ചിലവർ മികച്ച സംഘാടകരാകാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു മികച്ച സംഘാടനത്തിന് കീഴിൽ അല്ലെങ്കിൽ നല്ലൊരു സംഘടന കേരള പോലീസിൽ KPA ആയിട്ടും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ വേദിയിൽ എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം പോലീസിനെ പൊതുസമൂഹത്തിൽ കല കൊണ്ട് എങ്ങനെ പ്രതിഷ്ഠിച്ചു, എങ്ങനെ പോലീസിന് നേരത്തെ നമ്മുടെ ആദരണീയനായ ദിലീഷ് പോത്തൻ പറഞ്ഞതുപോലെ പോലീസിനെ ഭയപ്പാടുള്ള പോലീസിനെ എങ്ങനെ അവതരിപ്പിച്ചു. 3 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 3 സിനിമയെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യ സിനിമ മഹേഷിൻ്റെ പ്രതികാരമാണ്. ഏറ്റവും കൂടുതൽ നിരൂപക പ്രശംസ കിട്ടിയത് മഹേഷിൻ്റെ പ്രതികാരമാണ്. പക്ഷേ എനിക്കും എൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കും വൈകാരികമായി ഇഷ്ടപ്പെട്ട ഒരു സിനിമ തീർച്ചയായും തൊണ്ടി മുതലും ദൃസാക്ഷ്യം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെയാണ് ഒരു കള്ളൻ ഒരു മാല മോഷ്ടിച്ച് അത് കട്ട് ചെയ്ത് ബസ്സിനകത്തിരുന്ന് കട്ട് ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നു. അപ്പോഴേ നമ്മൾ ഹാങ് ആവുന്നു, ഈ സിനിമ എവിടെ കൊണ്ടെത്തിക്കും, ഇത് നമുക്ക് തലച്ചോറിന് പണിയേരുന്ന സാധനമാണ്. അതായത് കള്ളനെയും ആ ഇരയും അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനകത്ത് പോലീസുകാർ അനുഭവിക്കുന്ന മാനുഷിക അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥകളാണ്. അതൊരു മാനസികമായ അവസ്ഥകളെ കൃത്യമായി അലൻസിയർ ചെയ്ത കഥാപാത്രം, അത് അങ്ങനെ അതിൽ CA മാത്യു സാർ ചെയ്ത കഥാപാത്രം എങ്ങനെ ഇവരെങ്ങനെ പഠിച്ചു, അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ സാർ എങ്ങനെ ഇതിനകത്ത് ഇത്ര കൃത്യതയോടെ ആ സംവിധാനത്തെ പകർത്തി വെച്ചു, അതെല്ലാവരും എല്ലാ പോലീസുകാരും വൈകാരികമായി അതിനെ ചേർത്ത് പിടിച്ചൊരു സിനിമയാണ്. ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായ ആ മാനസികാവസ്ഥ അത്രയ്ക്ക്, അതായത് സിസ്റ്റത്തെ വെട്ടി മുറിച്ച് സിനിമ, പണ്ട് നിരൂപകന്മാരായിരുന്നു സിനിമയെ മനസ്സിൽ അല്ലെങ്കിൽ സാഹിത്യത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അത് ആ കലാകാരന്മാർ കൃത്യമായി അളന്ന് മുറിച്ച് നമുക്കെന്ന് റെഫറൻസിന് വേണ്ടി എടുക്കാൻ കഴിയുന്ന സിനിമ ഉണ്ടാക്കി. ആ നായാട്ട് കണ്ടിറങ്ങിയപ്പോൾ കരയാത്ത ഒരു പോലീസുകാരനും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് തൊണ്ടി മുതലും ദൃസാക്ഷി. പിന്നെ എന്നെ ഭയപ്പെടുത്തിയൊരു സിനിമ പ്രിയപ്പെട്ട നിതീഷ് ജിയും ഷാജി മാറാടും ചേർന്ന് തിരക്കഥ എഴുതിയ ഷാഹി കബീർ തന്നെ ഡയറക്റ്റ് ചെയ്ത ഇലവിഴ പൂഞ്ചിറ. ആ ഇലവിഴ പൂഞ്ചിറ മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചൊരു കഥയാണെന്ന് തോന്നുന്നു. ആ കഥയുടെ തുടക്കത്തിലും അതും വട്ടാക്കുന്നൊരു സാധനമായിരുന്നു. നമ്മുടെ സൗബിൻ ചെയ്ത കഥാപാത്രം ആ ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ആ സ്ത്രീയുടെ നിന്ന് അകലം പാലിക്കുമ്പോൾ തന്നെ അയാൾ അമിതമായി പുകവലിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇയാൾ ഇതിൻ്റെ പ്രശ്നക്കാരനാണ്. ഇത് ഇവിടെ കൊണ്ട് തീർക്കും, ഈ കഥ എങ്ങനെ അവസാനിപ്പിക്കും, ഇത് കൊമേഴ്സ്യലായിട്ട് ഈ പടം നിൽക്കുമോ, ഇങ്ങനെ ഓരോന്ന് കണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഈ സീനുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അത് പോകുന്ന ലെവൽ വേറൊരു ലെവലാണ്. ഒരു 16, ഒരു 20 അല്ല ഒരു 30 വർഷം കഴിഞ്ഞിട്ടാലും ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു സിനിമ കൃത്യമായിട്ടും അത് നമ്മുടെ മനസ്സിലെ നൊമ്പരങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കും. അതും പോലീസും മനുഷ്യൻ്റെ സാധാരണ ഇടയിലെ മനുഷ്യരുടെ മാനസികാവസ്ഥകൾ തന്നെയാണ് അതിലും അടയാളപ്പെടുത്തി പോകുന്നത്. അവസാനം അതിലെ CA എന്ന് പറയുന്ന കഥാപാത്രം കുറ്റവാളിയായ അല്ലെങ്കിൽ കുറ്റക്കാരനോ എന്ന് സംശയിക്കുന്ന സൗബിൻ്റെ കഥാപാത്രത്തെ ഒരു നോട്ടം നോക്കിയിട്ട് ആ സിനിമ അവിടെ കണ്ടു. അപ്പോൾ ഈ സിനിമകളെല്ലാം മലയാളത്തിൽ അടയാളപ്പെടുത്തിയ സിനിമയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ ആകും, ഉറപ്പാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ അഭിനയിക്കുന്ന നല്ലൊരു നടനാണ് ദിലീഷ്. അതുപോലെ തന്നെയാണ് ഷാഹി കബീറിൻ്റെ അഭിനയം, ഡയറക്ഷനും ഒക്കെയാണ്. കൃത്യമായിട്ടറിയാം ഓഫീസർ ആൻഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലുള്ള ആ ഒരു സാധനം
ഒരു സെക്കൻഡ് പോലും പ്രേക്ഷകന് മാറി ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൃത്യമായും റോന്തും അങ്ങനെ തന്നെയായിരിക്കും. അതിലഭിനയിച്ച മിടുക്കനായ പരകായ പ്രവേശം ചെയ്യുമ്പോൾ റോഷൻ മാത്യുവിൻ്റെ ആ കണ്ണുകൾ, നേരത്തെ ആരോ പറഞ്ഞു റോഷൻ മാത്യു ആ കഥാപാത്രം അറിയാണ്. ആ റോഷൻ മാത്യു കൃത്യമായും നമ്മുടെ മനസ്സിൽ കയറി പതിഞ്ഞിരിക്കും. അതുപോലെ ആ സിനിമയും പതിഞ്ഞിരിക്കും എന്നുറപ്പാണ്. ഈ തെരുവിടത്തിലേക്ക് നമ്മുടെ പോലീസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോലീസിനെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ഇതിൻ്റെ പ്രിയ സംഘടകർ, അതിൻ്റെ മുൻനിരയിൽ നിന്ന പ്രിയപ്പെട്ട സജീർ, പ്രിയപ്പെട്ട ജ്യോതിഷ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കും. വീണ്ടും വീണ്ടും പോലീസിൻ്റെ അതിജീവനമായ ഈ സാംസ്കാരിക പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും സംഘടന ഇനിയുള്ള കാലങ്ങൾക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും മുന്നോട്ട് നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഈ പ്രതിഭാസമ്പന്നമായ വേദിയിൽ നിൽക്കുമ്പോൾ ഇന്നലെ പങ്കുവച്ച ഒരു ഓർമ്മ വീണ്ടും പങ്കുവച്ചുകൊണ്ട് ചിലതിലേക്ക് കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, പുതുതലമുറ സിനിമകളിലേക്ക് കാലെടുത്തു വെച്ച, ഇല്ലെങ്കിൽ പുതുതലമുറ സിനിമകളുടെ ആചാര്യനെന്ന് എല്ലാവരും ഇന്നും കാണുന്ന പ്രിയ പപ്പേട്ടൻ്റെ, പ്രിയ പത്മരാജൻ്റെ ഒരു എളിയ ആരാധകൻ എന്നുള്ള നിലയിൽ ഇന്നത്തെ ഈ മനോഹരമായ സന്ധ്യയെ അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രിയ ദിലീഷ് ഏട്ടനോടാണ് എൻ്റെ ഒരു പ്രിയ ചോദ്യം. ദൃക്സാക്ഷിയും ആ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിൽ ഇത്രത്തോളം എല്ലാവരും കരുതുന്നത് ഇൻസ്പെക്ടർ ബൈജു എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. ആദ്യത്തെ ആ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പൊതുവെ കരുതപ്പെട്ടിരുന്നത് ആ സിനിമയാണ് മൊത്തത്തിൽ പോലീസിൻ്റെ സിനിമയുമായി യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമ എന്നത്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയാം, ആ സിനിമ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമ തന്നെയാണ്. പക്ഷേ അതിനുമപ്പുറം ഞാൻ ഇഷ്ടപ്പെടുന്നത് ദിലീഷ് ഏട്ടൻ്റെ ദൃക്സാക്ഷി എന്ന് പറയുന്ന ആ സിനിമയാണ്. കാരണം പോലീസിനെ അതേപടി വരച്ചു വച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്നത്. അത് ഒരുപക്ഷെ എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ രാജേഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് ഷാഹി കബീറിനെ, എൻ്റെ KSBയിൽ വെച്ച് ഷാഹി കബീറിനെ എന്നെ പരിചയപ്പെടുത്തുന്നത്, ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെടുന്നത്. ഓർമ്മയുണ്ടോ ഷാഹി? അപ്പോൾ അങ്ങനെ പരിചയപ്പെടുന്നത് ഷാഹിയുടെ ഒരു ഇടപെടലാകാം അത്. എന്തായാലും ആ സിനിമയുടെ ഇത്രത്തോളം പോലീസിനോട് ചേർന്ന് നിന്ന് എങ്ങനെയാണ് ആ സിനിമ ചെയ്യാൻ പറ്റിയതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരോട് പറയാൻ പ്രിയപ്പെട്ട ദിലീഷ് ഏട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഒന്നുമില്ല, അങ്ങനൊരു പ്ലോട്ട് വന്നപ്പം ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ അതിനെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ആ സിനിമയുടെ പ്രോസസ്സ് മൊത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്തുഘട്ടം മുതൽ അന്ന് എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ധാരണകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പം തന്നെ ഇങ്ങനെയൊരു കഥ വന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അസിസ്റ്റൻസുമായിട്ട് ഇരുന്നപ്പം തന്നെ എൻ്റെ അടുത്ത് കഥ പറയാൻ വന്ന ഷാഹി കബീറിനെ എനിക്ക് ഓർമ്മ വന്നു. അപ്പം തന്നെ ഞാൻ ഷാഹി കബീറിനെ വിളിച്ചു, അല്ലേ? അപ്പോൾ ഷാഹിനെ ഞാൻ വിളിച്ചു. അപ്പം ഷാഹി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് വന്ന് നറേറ്റ് ചെയ്ത കഥയുടെ ഒരു പാറ്റേണിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ സ്റ്റഫുള്ള ആളാണ്, ഇയാൾക്ക് ജീവിതങ്ങളെയും മനുഷ്യരെയൊക്കെ കൃത്യധാരണയോടുകൂടി അറിയാവുന്ന ആളാണ്, പോലീസിൽ അകമഴിഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് അങ്ങനെ പോലീസിനെയൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം തോന്നിയുകൊണ്ട് ഞാൻ ഷാഹിനെ ആണ് ആദ്യം വിളിക്കുന്നത്. ഷാഹിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആ പടം എഴുത്ത് അല്ലാതെ ഒരു പടം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു പടം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷാഹി റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ ഷാഹി ആ ഘട്ടം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തൊണ്ടി മുതൽ. അപ്പോൾ ഷാഹിയാണ് പോലീസുകാരെ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രൊസീജിയറുകൾ, അവരുടെ അവസ്ഥകൾ, സാഹചര്യങ്ങളൊക്കെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ആ ഘട്ടത്തിൽ നറേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, കുറച്ച് ക്യാരക്ടേഴ്സിനെ എല്ലാവരും തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അഭിനയിപ്പിക്കാം എന്നൊരു തീരുമാനം എടുത്തു.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസുകാർക്കിടയിൽ ഒരു ഓഡിഷൻ നടത്തി 10-21 പോലീസ് ഉദ്യോഗസ്ഥരെ ആ പടത്തിൽ കാസ്റ്റ് ചെയ്തു. അങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇപ്പോൾ അഭിനയിക്കാൻ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞ ഷാഹി അടക്കമുള്ള 10-22 പോലീസുകാർ തൊണ്ടിപോലും ദൃക്സാക്ഷിയും എന്ന സിനിമയുടെ സെറ്റിൽ ഉടനീളം ഉണ്ടായിരുന്നു. അവരുടെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അതിന് അത്രയും ആധികാരികതയും കൃത്യതയും വന്നിട്ടുണ്ടെങ്കിൽ വരുത്തിയിട്ടുള്ളത്. താങ്ക് യു. എൻ്റെ ചോദ്യം ശ്രീ ഷാഹി കബീർ അദ്ദേഹത്തിനോടാണ്. റോന്ത് എന്ന് പറയുന്നൊരു സിനിമയാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? അല്ലെങ്കിൽ എന്തായിരുന്നു അതിലേക്ക് എത്താനുള്ള ഒരു നമ്മുടെ ഒരു ചിന്തയുണ്ടാവുമല്ലോ, അതൊന്ന് പറഞ്ഞു. മറ്റൊന്നല്ല, ഇത് ലോക്ക്ഡൗൺ സമയത്ത് 2 സിനിമകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ റോന്താണ്. അപ്പോൾ ആ കൊറോണയുടെ സമയം അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇലവിഴ പുഞ്ചിറ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ഒരു ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമ എന്നുള്ള രീതിയിൽ ഇലവിഴ പുഞ്ചിറ കയറിയത്. ഇത് ഞാൻ അറിയാം, പോത്തേട്ടന് നേരത്തെ പറഞ്ഞു, ഈ പോത്തേട്ടൻ എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിളിക്കുമ്പം ഞാൻ കറുകച്ചാൽ സ്റ്റേഷനിലാണ്. അപ്പം ജോലി ഇട്ടിട്ട് പോകാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഡ്രൈവർ ഡ്യൂട്ടി അങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത്. 24 മണിക്കൂർ വണ്ടി ഓടിക്കുന്നു, അത് കഴിഞ്ഞ് നേരെ എറണാകുളം വരുന്നു, തിരിച്ച് പിറ്റേന്ന് നേരെ സ്റ്റേഷനിൽ പോകുന്നു. ഇങ്ങനൊരു സമയം പോയി ലീവ് എടുക്കണം പറയാം. അപ്പോൾ ആ സമയത്ത് ആണ് ഞാൻ നൈറ്റ് പെട്രോൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നടന്ന ചില കാര്യങ്ങൾ, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് നടന്ന കാര്യങ്ങൾ, ഇപ്പം പോത്തേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു സീനിയർ ASI ആണ്. അപ്പോൾ പല ആൾക്കാരുണ്ട്, നമ്മളിവിടെ വർക്ക് ചെയ്ത പല ഓഫീസർമാരുടെ ഒരു ഷെയ്ഡുണ്ട്. ഏറെക്കുറെ ഞാൻ തന്നെയാണ് റോഷൻ ചെയ്ത കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഥ മൊത്തത്തിലല്ല, പല ഇൻസിഡൻസും പല കാര്യങ്ങളിൽ നിന്നുമാണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ശരിക്കും നായാട്ടൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഈ സിനിമ അതിൻ്റെ ഒരു ഭാഗമായി, നായാട്ടിൻ്റെ തന്നെ മറ്റൊരു ഭാഗമായി കണ്ടുകൊണ്ട് ചെയ്ത സിനിമയാണ്. അടുത്തൊരു ചിന്തയുണ്ട് അപ്പുറത്തോട്ട് പോകാൻ. അപ്പം അതൊരു അങ്ങനെ പറയാൻ വേണമെങ്കിൽ ഒരു നായാട്ടിന് ഇതിനൊരു അടുത്ത സിനിമ എന്നുള്ള ഘട്ടത്തിൽ ചിന്തിച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ ഈ സിനിമ എല്ലാ പോലീസുകാർക്കും എല്ലാ നാട്ടുകാർക്കും എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മളല്ലേ നാട്ടുകാരെ നമ്മളെ വണ്ടിയിലല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ 360 ഡിഗ്രി ഇത്രയും മനുഷ്യരെയും ഇത്രയും ആൾക്കാരെയും ഇത്രയും ഇമോഷൻസും നമ്മളെ കണക്ക് കാണുന്ന വേറെ ആരുമില്ല. അപ്പോൾ അതും ആൾക്കാർക്ക് കൗതുകമായിരിക്കും എന്നുള്ള വിശ്വാസമാണ് സിനിമയിൽ. എല്ലാം തന്നെ യഥാർത്ഥ പോലീസുകാരൻ്റെ മുഖം അല്ലെങ്കിൽ അവൻ്റെ ആത്മാവായി നമ്മുടെ അപ്രവാളികളെ കണ്ടവരാണ്. ഇന്ന് വരെ നമ്മൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം, ഈ അപ്രവാളികൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അമാനുഷികരായിരുന്നുവെങ്കിൽ ഇവർ മനുഷ്യരായി, പോലീസുകാരൻ്റെ ആത്മാവായി, പോലീസുകാരൻ്റെ ശരീരമായി അവൻ്റെ വിചാരങ്ങൾ ഒക്കെ പ്രകടിപ്പിച്ചവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ കാക്കി അണിഞ്ഞ സർഗ വസന്തത്തെ സർഗ വൈഭവമായി മാറ്റിയ മുഴുവൻ ആളുകളെയും ഞാൻ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചടങ്ങ് ഇത്രയും നല്ല രീതിയിൽ ആക്കി മാറ്റി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജയകുമാർ അവറുകൾ, മാനവീയം വീതിയെ ധന്യമാക്കിയ കേരള പോലീസിനെ ജനങ്ങളോട് കൂടുതൽ ചേർത്ത് നിർത്തിയ, തലമുറ മാറ്റത്തിന് നാന്ദി കുറിച്ച പ്രിയപ്പെട്ട അപ്രവാളികളിൽ പോലീസിനെ കൂടുതൽ അടുപ്പിച്ച് നിർത്തിയ പ്രിയപ്പെട്ടവർ, മാനവീയം വീതിയിൽ കാഴ്ചക്കാരായും കാവൽക്കാരായും നിന്ന് ഇന്ന് ബഹുമാന്യനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആതിഥേയരായി ഇവിടെ എത്തുകയും കേരള പോലീസിന് മാനവീയ വീഥി അന്യമല്ലെന്ന് തെളിയിക്കുകയും അതിനുവേണ്ടി സഹകരിച്ച കേരള പോലീസിലെ തിരുവനന്തപുരം സിറ്റി റൂറൽ SIP ടെലികമ്മ്യൂണിക്കേഷനിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഓഫീസർമാർ, സേനാംഗങ്ങൾ, ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഏടിൽ കേരള പോലീസിനെ എഴുതി ചേർക്കാൻ വേണ്ടി ഒരു പൊതുപരിപാടി മാനവീയം പോലെ ഒരു പൊതുവേദിയിൽ വെല്ലുവിളിയോടെ ഏറ്റെടുത്ത കേരള പോലീസ് ഓഫീസർ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പരിപാടിയുടെ പകുതിയായിട്ടേ ഉള്ളൂ. നമ്മുടെ ഓർക്കസ്ട്രയുടെ ഗാനമേള ബാക്കിയാണ്. ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഈ സമയത്ത് ദീർഘിപ്പിക്കുന്നില്ല, കടമയിലേക്ക് കടക്കുകയാണ്. എന്തായാലും കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും 4.5 പതിറ്റാണ്ട് കൊണ്ട് ചെയ്ത പ്രവൃത്തി, പൊതുജനങ്ങളെ പോലീസുമായി അടുപ്പിക്കുക എന്ന പ്രവൃത്തി, വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ട് സിനിമയിലൂടെ നടപ്പിലാക്കിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഈ വേദിയിലുള്ളത്. എന്തായാലും ഇതിന് അവരുടെ തിരക്കിനിടയിലും കാണിച്ച മഹാമനസ്കതയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ജയകുമാർ സാറിന് കൃതജ്ഞത അറിയിക്കുന്നു. കൂടാതെ ഇന്ന്
ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ് വരാൻ കഴിയാതിരുന്ന ശ്രീ ശ്രീജിത്ത് സാർ, ADGP HQ അവർക്ക് ഔപചാരികമായി നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ കൂടുതൽ മിഴിവോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ഒരു സിനിമ ഇവിടെ രചിച്ച പ്രിയപ്പെട്ട ശ്രീ ദിലീഷ് പോത്തൻ അവർകൾ, പ്രിയ നടൻ, ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ശ്രീ റോഷൻ മാത്യു, സിനിമയിലൂടെ പോലീസിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ ഷാഹി കബീർ, ശ്രീ നിതീഷ് ജി, ശ്രീ ഷാജി മാറാട്, ഇപ്പോൾ വാക്കുകളിലൂടെ പോലീസിനെ ജനങ്ങളോട് കൂടുതൽ അടുപ്പിച്ചു നിർത്തിയ ശ്രീ BN റോയ്, നേരത്തെ ഇവിടെ സംസാരിച്ചു പോയ ശ്രീ ജിബിൻ ഗോപിനാഥ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സാർ, ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെടുകയും വളരെ ഭംഗിയായി പ്രതികൂല കാലാവസ്ഥയിലും ഇത് സംഘടിപ്പിച്ച ശ്രീ സജീർ, അരവിന്ദ് തുടങ്ങി സംഘടനയുടെ മുന്നണി പോരാളികൾ, തിരുവനന്തപുരം സിറ്റി റൂറൽ ടെലികമ്മ്യൂണിക്കേഷൻ SFPയിലെ സംഘടനാ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, മുഴുവൻ പേർക്കും കേരള പോലീസ് ഓഫീസർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.